അയൽ സംസ്ഥാനങ്ങളിലേക്ക് നിയമം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സുമായി മോട്ടോർ വാഹന വകുപ്പ്. സുരേഷ് കല്ലട ബസ്സിൽ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നടപടി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തലവനായി 3 അംഗ പരിശോധനാ സംഘം രൂപീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് RTOമാർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശവും നൽകി. സ്വകാര്യ ബസ് കമ്പനികളുടെ ഓഫീസുകളിലും യാത്രക്കാരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലും സംഘം പരിശോധന നടത്തണം. ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കാത്ത ബുക്കിംഗ് ഓഫീസുകൾക്ക് നോട്ടീസ് നൽകി പ്രവർത്തനം തടയണം. യാത്രക്കാരിൽ നിന്ന് ഉയർന്ന തുക വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതി എഴുതി വാങ്ങിയ ശേഷം തുടർ നടപടി സ്വീകരിക്കണം. വാഹനത്തിന്റെ പെർമിറ്റ് ഉടമയോ ഉടമസ്ഥനോ വാഹന നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. യാത്രക്കാരുടേതല്ലാത്ത ലഗേജുകൾ കൊണ്ടുപോകുന്നുണ്ടോ, സ്പീഡ് ഗവർണറുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുകയും വേണം. ആവശ്യമെങ്കിൽ RTOമാർ പോലീസിന്റെ സഹായവും തേടണം. പരിശോധനാ സമയത്തെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയാണ് ഇതിനായി നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാർക്ക് പരാതിയുണ്ടെങ്കിൽ 8281786096 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ബംഗളൂരുവിലേക്കുള്ള സുരേഷ് കല്ലട ബസ്സിലെ യാത്രക്കാരായ 3 യുവാക്കളെ ഞായറാഴ്ച പുലർച്ചെ ക്രൂരമായി ആക്രമിച്ചിരുന്നു. കരിങ്കല്ല് കൊണ്ട് തലക്കടിച്ചും വീർക്കുപ്പിയെറിഞ്ഞും വസ്ത്രങ്ങൾ വലിച്ചു കീറിയും അക്ഷരാർത്ഥത്തിൽ നരനായാട്ടായിരുന്നു നടത്തിയത്. പോലീസിന്റെ നിസ്സംഗതയും ഗുണ്ടകൾക്ക് തുണയായെന്ന് ആക്ഷേപമുണ്ട്. ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ബസ്സിലെ യാത്രക്കാരായ അജയ് ഘോഷ്, സച്ചിൻ, അഷ്കർ എന്നിവർക്കാണ് വൈറ്റിലയിൽ ഞായറാഴ്ച പുലർച്ചെ ക്രൂരമർദ്ദനമേറ്റത്. അർദ്ധരാത്രി ഹരിപ്പാടിന് സമീപം കരിവാറ്റിയിൽ ബസ് തകരാറിലായി 3 മണിക്കൂറോളം പെരുവഴിയിലായിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്താത്തതും ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് പ്രധാന കാരണമായി മാറിയത്. ജീവനക്കാരടങ്ങിയ സംഘം ബസ്സിനകത്തും പുറത്തും വെച്ച് 3 പേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.